വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ PSC വാർത്ത നമ്മുടെ ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത്. അനിരു അശോകൻ്റെ വളരെ സമഗ്രവും ഗംഭീരമായിട്ടുള്ള ഒരു വാർത്താ ബ്രേക്കായിരുന്നു. സമീപകാലത്ത് വന്ന പ്രധാനപ്പെട്ടൊരു വാർത്താ ബ്രേക്ക് നമ്മളിലൂടെ അനിരു അശോകനിലൂടെയാണ് ഉണ്ടായത് എന്നാൽ നമുക്ക് വലിയ അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിറ്റേ ദിവസം മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പത്രങ്ങൾ അവരുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഈ വാർത്തയുടെ ഗൗരവം ഉൾക്കൊണ്ട് നമ്മുടെ വിശദാംശങ്ങളെല്ലാം തന്നെയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം മറ്റു ചാനലുകളും അതിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇപ്പോൾ മന്ത്രിയൊക്കെ ഇടപെട്ടുള്ളൂ അതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട്, സർക്കാരിനെതിരായിട്ട് ഇടതുപക്ഷക്കാർ തന്നെയും വോട്ട് ചെയ്തു എന്നതാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പല മണ്ഡലങ്ങളിലും നമുക്കതറിയാം. പിന്നെ കുറേ CPMൻ്റെയും CPIയുടെയും വോട്ടുകൾ തന്നെയും അപ്പുറത്തേക്ക് മറിഞ്ഞിട്ടാണ് ഈ മൂന്നാം പിണറായി സർക്കാർ എന്ന അവരുടെ സ്വപ്നം പൊലിഞ്ഞു പോയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സത്യത്തിൽ അപ്പോഴും പക്ഷേ CPMന് വേണ്ടി വോട്ട് ചെയ്ത, CPIക്ക് വേണ്ടി വോട്ട് ചെയ്ത, ഇടതുപക്ഷ സർക്കാർ വരട്ടെ എന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത ചില വോട്ടർമാരെങ്കിലും ഇപ്പോൾ വേണ്ടിയിരുന്നില്ല, ഇത് മൂന്നാം സർക്കാർ വരാതിരുന്നത് നന്നായി എന്ന് വിചാരിക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മൂന്നാം പിണറായി സർക്കാർ വന്നിരുന്നെങ്കിൽ ഇത് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഏത് അറ്റം വരെ ഇവർ കൊണ്ടുപോകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ശ്യാമിൽ ആലോചിക്കേണ്ടത് PSCയിലെ നിയമനങ്ങൾ നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. PSC നിയമനങ്ങളിൽ ഏറ്റവും ഗംഭീരമായുള്ള ട്രാക്ക് റെക്കോർഡ് നമുക്കുണ്ട്. പക്ഷേ ആ PSC നിയമനങ്ങളിൽ വലിയ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ട് എന്ന് പറഞ്ഞ് പ്രതിപക്ഷം വലിയ സമരം നടത്തിയ, മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ വന്ന, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ടാവുകയും കുറേ ശരിപ്പെടുത്തുകയൊക്കെ ചെയ്ത ഒരു കാലമാണ് കടന്നുപോയത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇത് വലിയ ആക്ഷേപ മുനയിലുള്ളതായിരുന്നു. നിരന്തരമായിട്ട് വാർത്തകളും പ്രതിപക്ഷ ആരോപണങ്ങളും സമരങ്ങളും എല്ലാം വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു PSC. അതവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ചില ആളുകൾ ഈ തട്ടിപ്പ് നടത്തിയെന്നാണ് ആലോചിക്കേണ്ടത്. ഈ 1.5 ലക്ഷത്തോളം ശമ്പളമുള്ള പ്രധാനപ്പെട്ട സുപ്രധാനമായൊരു പദവിയിലേക്ക് 10 ചോദ്യത്തിൻ്റെ ഉത്തരം പരിശോധിക്കാതെ വിടുക. സ്വാഭാവികമായിട്ട് പരിശോധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റെല്ലാം ഉണ്ടാവുക, മറ്റൊരാൾ കയറി വന്നേനെ. ഇപ്പോൾ അത് പരിശോധിക്കാതെ വിട്ടതുകൊണ്ട് അതിനുശേഷം ഉണ്ടായ റാങ്ക് ലിസ്റ്റ് 1-ാം സ്ഥാനത്തെത്തിയ ആൾ ഇടത് സംഘടനയുടെ സജീവ പ്രവർത്തകനാണ്. അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ഇത് വലിയ ഗൗരവതരമായൊരു കാര്യമല്ലേ. അപ്പോൾ ഈ CPMും CPIയും ചേർന്ന ഇടതുപക്ഷം PSC നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന ആളുകൾ വമ്പൻ കുഴപ്പക്കാരായിരുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാവുന്ന, അല്ലേ? അങ്ങനെയല്ലേ? ഇത്രയും വലിയൊരു സംവിധാനത്തെ ഈ നിലക്ക് ഇങ്ങനെ കുഴപ്പത്തിലാക്കാൻ ഇവർ പാടുണ്ടോ? അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ വലിയ തിരിച്ചടി ഉണ്ടായ മൂന്നാം പിണറായി സർക്കാർ എന്ന അവരുടെ സ്വപ്നം പൊലിഞ്ഞുപോയ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് വോട്ട് ചെയ്ത CPMകാർ പോലും CPIക്കാർ പോലും ഈ വാർത്തകൾ കാണുമ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മൂന്നാം സർക്കാർ വരാതിരുന്നത് നന്നായി. കാരണം മൂന്നാം സർക്കാർ വന്നിരുന്നെങ്കിൽ ഈ PSCയിലൊക്കെ ഇതിനേക്കാൾ വലിയ അതിക്രമങ്ങൾ മൂന്നാം സർക്കാർ വരും എന്നുള്ള ധാരണയിലും ധൈര്യത്തിലുമാണല്ലോ ഇവർ ഇമാതിരി തട്ടിപ്പ് നടത്തിയത്. അപ്പോൾ അത് ചെയ്തേനെ എന്ന് കരുതി. അപ്പോൾ ഒരു കണക്കിന് മൂന്നാം സർക്കാർ, ഇവരുടെ തുടർ സർക്കാർ വരാതിരുന്നത് നന്നായി. മറ്റെവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഗുണഫലങ്ങൾ ഉണ്ടായാലും PSCയിൽ ഇവർ വല്ലാത്ത തോതിൽ കുഴപ്പമുണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ നിലക്ക് പുറത്തേക്ക് വന്നത് നന്നായി, സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് നന്നായി. എന്താണ് ഇതിനകത്ത് കുഴപ്പമുണ്ടായെന്ന് വരട്ടെ, ശിക്ഷിക്കപ്പെടട്ടെ. കാരണം ഈ സംവിധാനം അങ്ങനെ ദുർബലപ്പെടേണ്ട ഒരു സംവിധാനമല്ല നമ്മുടെ നാട്ടിൽ.